ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേദിയാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇല്ലേ, അത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. 500 ml ഒരു കവർ പാൽ. അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് തിളപ്പിക്കണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പാട കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാട തട്ടാതെ വേണം നമ്മൾ പാല് കാച്ചിയെടുക്കാൻ. പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 500 ml പാലിന് 100 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ പഞ്ചസാര ഇപ്പോൾ നന്നായി അലിഞ്ഞിട്ടുണ്ട്. പാലിൻ്റെ കളർ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് മാറി വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പാല് തിളച്ച് തൂവിപ്പോവും. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മിൽക്ക് മെയ്ഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ പാലിവിടെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പാലിൻ്റെ കളർ ഇവിടെ മാറി മിൽക്ക് മെയ്ഡിൻ്റെ കളറായി വരുന്നുണ്ട്. ഇത് നന്നായി ഒന്നുകൂടി കുറുക്കിയെടുക്കാം നമുക്ക്. നമ്മുടെ പാലിപ്പോൾ നന്നായി കുറുകി മിൽക്ക് മെയ്ഡിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസി എത്തുന്നതിന് മുൻപ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായി. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്